പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മയ്യിൽ ഹൈവിഷൻ്റെ നാട്ടകം പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ നാട്ടിൽ പല കഴിവുകളുമുള്ള ആളുകളുണ്ട്. പക്ഷേ ഈ കഴിവുകളൊന്നും പുറത്തറിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അങ്ങനെയുള്ള പല വ്യക്തികളെയും പല സംഭവങ്ങളെയും നാടകത്തിലൂടെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നത്തെ അധ്യായത്തിൽ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ പരിചയപ്പെടുത്തുകയാണ്. നാടകം ഇപ്പോഴുള്ളത് മയ്യിൽ പഞ്ചായത്തിലെ വള്ളിയോട്ട് എന്ന സ്ഥലത്താണ്. നമസ്കാരം. നമസ്കാരം. ഇത് ശ്രീ നാരായണൻ കെ ചെറുപഴശ്ശി. ഇദ്ദേഹത്തെ കാണുമ്പോൾ പലർക്കും പരിചയമുണ്ടാവും. എത്രയോ വർഷം പഞ്ചായത്ത് സർവീസിൽ ജോലി ചെയ്ത ആളാണ്. പഞ്ചായത്ത് സെക്രട്ടറിയായി റിട്ടയർ ചെയ്ത ആളാണ്. പക്ഷെ അതല്ല ഇവിടെ പറയാൻ പോകുന്നത്. പ്രധാന കാര്യം അതൊന്നുമല്ല. എത്രയോ വർഷങ്ങളായി സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ ഇടപഴകുകയും കവിതകളും ലേഖനങ്ങളും പത്രങ്ങളിൽ കുറിപ്പുകളുമൊക്കെ എഴുതുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നാരായണേട്ടൻ. നാരായണേട്ടൻ്റെ ഒരു എഴുത്തിൻ്റെ അടിസ്ഥാന ശില എന്ന് പറയുന്നത് സറ്റയറാണ്, വിമർശ ഹാസ്യമാണ്. ഒരുപാട് ചെറിയ കവിതകൾ നാരായണേട്ടൻ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ നാടിൻ്റെ ആവശ്യങ്ങൾ, ആവലാതികൾ, പരാതികൾ ഇതൊക്കെ അധികാരികളിൽ എത്തിക്കാൻ പത്രങ്ങളിൽ കുറിപ്പുകൾ എഴുതിയിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം. ഈ ചാരുകസേരയിൽ ഇരുന്നിട്ട് തന്നെയാണ് എഴുതാറല്ലേ? അതെ അതെ. ഇതിനെത്ര പഴക്കമുണ്ട്? ഇതിന് 15 കൊല്ലം ആണ് ഏകദേശം കണക്കാണ് പഴക്കമുണ്ട്. ഇതിൽ ഇരുന്ന് ഇത് വെച്ചിട്ടാണ് സാധാരണ പേഡ് വെച്ചിട്ടാണ് എഴുതുക. അതിന് മാത്രം വേണ്ടി പേഡ് ഉണ്ടാക്കിയതാണ്. അപ്പോൾ കുട്ടികളും കൂടി ഇത് ഉപയോഗിക്കുന്നുണ്ട്. അത് അവർക്കും കൂടി ഉപകാരം. അപ്പോൾ നാരായണനെ പോലെ തന്നെ ഇതിനും കുറേ കഥകൾ പറയാനുണ്ടാവും എഴുത്തിനെ പറ്റി എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു പഞ്ചായത്ത്, നേരത്തെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞതുപോലെ പഞ്ചായത്ത് സർവീസിലായിരുന്നു, സെക്രട്ടറി ആയിട്ട് റിട്ടയർ ആയി. എവിടുന്ന്? കൂടാളി പഞ്ചായത്ത്. കൂടാളി. ഏത് വർഷം റിട്ടയർ ആയത്? 2005. അപ്പോൾ പഞ്ചായത്ത് സർവീസ് ജില്ലയ്ക്ക് കണ്ണൂർ ജില്ലയ്ക്ക് പുറത്ത് പോയിട്ടുണ്ടോ? ഇപ്പോഴത്തെ കാസർഗോഡും കണ്ണൂർ ജില്ലയും രണ്ട് ഇതിൽ മാത്രമേ പോയിട്ടുണ്ട്. പുറത്തെവിടെയും പോയിട്ടില്ല. 8 കൊല്ലം ദീർഘകാല സർവീസ് ഉണ്ടായത് കൂടാളി പഞ്ചായത്തിലായിരുന്നു. 8 വർഷത്തെ സേവനം അവിടെ നിന്ന് തന്നെ റിട്ടയർ ചെയ്തു. അതെ, ഒരു ജീവനക്കാരൻ, പഞ്ചായത്ത് ജീവനക്കാരൻ എന്നുള്ള രീതിയിൽ പലർക്കും അറിയായിരിക്കും. പക്ഷേ ഇത് ഒരു കവി എന്നൊക്കെ ഉള്ളത് അങ്ങനെ അധികം അറിയാൻ വഴിയില്ല. എന്താ പറയേണ്ടത്, പിന്നെ സ്നേഹിതരുണ്ട്, അവർ ഗ്രൂപ്പിൽ പെടുന്നവർ, എൻ്റെ ഫ്രണ്ട്സ്. ഇപ്പം ഈ വാട്സാപ്പും ഫേസ്ബുക്കൊക്കെ വന്നതിന് ശേഷം അതെ, എത്ര കവിതകൾ, ചെറു കവിതകളാണല്ലോ അധികം എഴുതുന്നത്. അത് എങ്ങനെയുള്ളതാണ് എന്നൊക്കെ നമുക്ക് സംസാരിക്കാം. എത്ര കവിതകൾ ഏതാണ്ട് എഴുതിയിട്ടുണ്ടാവും എന്നറിയിപ്പോൾ? ഇതിപ്പോൾ കൃത്യമായ എണ്ണമൊന്നുമില്ല, അസംഖ്യം എന്ന് തന്നെ പറയാം. കാരണം അവിടെ കുറിച്ചിട്ടുള്ളതാണ്. ഫേസ്ബുക്കിൽ എല്ലാം ഒന്നും കൊടുക്കലില്ല, രാഷ്ട്രീയ ചോയ്കളൊന്നും കൊടുക്കാറില്ല. അപ്പോൾ എണ്ണം ഉണ്ടാവും. കാരണം രാഷ്ട്രീയം ഒന്നത് ചെറുതാണ് എഴുതുന്നത്, മറ്റൊന്ന് എല്ലാ വിഷയത്തെ പറ്റി എഴുതാറുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഭക്തിരസം, അന്ധവിശ്വാസം, അതിനെപ്പറ്റി എല്ലാം എഴുതാറുണ്ട്. ഒരു നേരത്തെ പറഞ്ഞതുപോലെ ഒരു വിമർശ ഹാസ്യമാണ്, സറ്റയർ ആണല്ലേ ഇതിന്റെ ഒരു അടിത്തറ എന്ന് പറയുന്നത്. അങ്ങനെയാണ്. ആദ്യ കവിത എഴുതിയത് എപ്പോഴാണ്? ആദ്യ കവിത എഴുതിയത് ഹൈസ്കൂൾ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 66-ലാണെന്നാണ് എൻ്റെ ഓർമ്മ. ഒരു 5-8 വരി എഴുതുകയും കുട്ടികളെ ഇത് പ്രായത്തിൽ അനുസരിച്ചാണ് എഴുതിയിട്ടുള്ളത്. അത് പിന്നെ ചന്ദ്രൻ ഉദിക്കുന്നതും പിന്നെ ആ സമയത്ത് നക്ഷത്രങ്ങൾ പിന്നാലെ നമ്മൾ അന്നേരത്തെ പദ്യം പോലെയുള്ളത് ഹൈസ്കൂൾ മയ്യിൽ ഹൈസ്കൂൾ പഠിച്ചത്. അത് സ്കൂൾ ആവശ്യത്തിന് വേണ്ടി എഴുതിയതാണോ അല്ല വീട്ടിൽ നിന്ന്? അല്ല, ഞാൻ വീട്ടിൽ നിന്ന് സ്വന്തം എഴുതിയല്ലേ. അത് പിന്നെ മാനത്ത് തെളിഞ്ഞ ആകാശത്ത് നോക്കുമ്പോൾ രാത്രി കാലങ്ങളിൽ ഇത് കാണുന്ന ആ ഒരു സന്തോഷത്തിൽ എഴുതിയതാണ്. അത് ഓർമ്മയുണ്ട്? എന്താണത്? ഓർമ്മയുണ്ട്. അതാണ് ആദ്യമായിട്ട് അച്ചടി പക്ഷി വരേണ്ട ഒരു. അത് അച്ചടിക്കും ചെയ്തു. അതെ, അത് ദേശാഭിമാനി ബാലരംഗത്തിന്റെ പേജിൽ അച്ചടിച്ചു വന്നു. അന്നേരം എല്ലാ ആനുകാലികങ്ങൾക്കും ബാലരംഗം എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ടായിരുന്നു. അതിൽ അയച്ചു കൊടുത്തു വരികയും ചെയ്തു. ഏതാണത് കവിതയുടെ പേരെന്താണ്? അത് പേര് തിങ്കളും താരങ്ങളും. പാടുക എന്ന് പറഞ്ഞാൽ വലിയ പ്രാഗൽഭ്യമൊന്നുമില്ല, എങ്കിലും വായിക്കും പോലെ അവതരിപ്പിക്കാൻ. അതിനൊന്നും വിഷയമില്ല, എഴുതിയത് നമുക്ക്. ഇപ്പോൾ തിങ്കളും താരങ്ങളും. പകലൊൻ വേല കഴിഞ്ഞിട്ട് നീലക്കടലിൽ മുങ്ങുമ്പോൾ
പറവകളെല്ലാം പാറിയിട്ട് കൂടുകൾ അണയാൻ പോകുമ്പോൾ പൂങ്കാവിൽ ചില പൂച്ചെടികൾ പുത്തൻ പൂവുകൾ അണിയുമ്പോൾ വികൃതമുഖത്തിൻ അവകാശി തിങ്കൾ തന്നുടെ പിന്നണിയായി താരകളൊന്നായി വന്നല്ലോ ഇരുളിൽ വെട്ടം കാട്ടിയിടാൻ. തിങ്കളും താരങ്ങളും. 8ാം ക്ലാസ് എന്ന് പറയുമ്പോൾ ഏത് വർഷം പറഞ്ഞത്? 66. ഇത്രയും വർഷങ്ങൾക്ക് മുൻപ് എഴുതിയതാണ്. അല്ല, ആ സമയത്തും അതില് ഒരു വെറുതെ ഒരു തട്ടിക്കൂട്ടി എഴുതിയതല്ല. ഒരു 8ാം ക്ലാസ്സിലെ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതല്ല. അതിന്റെ ഭാവന ഇങ്ങനെ പോകുന്നുണ്ട്, അതിന് പിന്നാലെ വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ലതാണെന്ന് തോന്നി അയച്ചു കൊടുത്തു. കോഴിക്കോട് അന്ന് ദേശാഭിമാനി പ്രസിദ്ധീകരിക്കല്, അവർക്ക് അയച്ചു കൊടുത്തു, അത് വരികയും ചെയ്തു. അത് കണ്ടപ്പോഴുള്ള ഒരവസ്ഥ ഇപ്പോഴും പറയാൻ പറ്റില്ല അല്ലേ? ഇല്ല, എന്തോ ഒരു ഉണർവ് പ്രത്യേക ഉണർവ് വന്ന പോലെ തോന്നി. 8ാം ക്ലാസ്സിലുള്ള ഒരു കുട്ടി അയച്ച ഒരു കവിത ദേശാഭിമാനി പോലെയുള്ള ഒരു പ്രസിദ്ധീകരണത്തിൽ വീക്കിലിയിൽ വരുവാന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരവസ്ഥ. പിന്നീട് ഇപ്പൊ ഈ അടുത്ത കാലത്തൊക്കെ ഫേസ്ബുക്കിലൊക്കെ ധാരാളം നാരായണൻ കെ ചെറുപഴശ്ശി, ആ സമയത്ത് നാരായണൻ അങ്ങനെ ചെറിയ കവിത, ചില അച്ചടക്കരാഹിത്യം വരും സർവീസിലുള്ളതാണല്ലോ. അച്ചടക്കരാഹിത്യം വന്നേക്കുന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ പേരെല്ലാം മറന്നിട്ട് ONV സാറും രാഘവ മാസ്റ്ററെല്ലാം ചെയ്ത പോലെയുള്ള മറച്ചു വെക്കലുണ്ട്, പേര് മറച്ചു വെക്കൽ. അങ്ങനെയാണ് ആ പേരിൽ ആ സമയത്ത് ഈ പിന്നെ പ്രതികരണങ്ങളിൽ ചിലതിൽ അങ്ങനെയുള്ള പേരുകളുണ്ട്. പ്രതികരണം എന്ന് പറഞ്ഞാൽ പ്രേക്ഷകർ അറിയേണ്ടത്, ഇപ്പോൾ നാരായണേട്ടൻ ഈ ചെറിയ കവിതകൾ എഴുതുന്നത് മാത്രമല്ല, ഈ നാട്ടിൽ ഈ പത്രങ്ങളിൽ ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും ഇങ്ങനെയുള്ള പേരുകളിൽ വായനക്കാർക്ക് എഴുതാനുള്ള പങ്ക്തി ഉണ്ടായിരുന്നു പല പത്രങ്ങളിലും. മാതൃഭൂമി, മനോരമ, രാഷ്ട്രദീപിക, ദേശാഭിമാനി, ഇതിലൊക്കെ ഉണ്ടായിരുന്നു ഫ്ലാഷ്. അത്തരം ഫ്ലാഷ്, അതിലൊക്കെ ഈ നാടുമായി ബന്ധപ്പെട്ടതും നാട്ടുമായി ബന്ധപ്പെടാത്ത പൊതുവായിട്ടുള്ള വിഷയങ്ങളൊക്കെ നാരായണേട്ടൻ എഴുതിയിട്ടുണ്ട്. ഈ എഴുതിയതൊക്കെ പേപ്പർ കട്ടിങ്ങുകളൊക്കെ ഒരു ആൽബം പോലെ ഇവിടെ വെച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പേപ്പർ കട്ടിങ് ഇവിടെ എഴുതിയതിന് ശേഷം ഇതിലൊക്കെ ഓരോ എഴുത്തുകൾ കാണാം, ഒരു കുറിപ്പുകൾ, അവലോകനം മാതിരി. അതെ, ഇത് മുൻപത്തെ പേപ്പർ കട്ടിങ് നാരായണേട്ടൻ സൂക്ഷിക്കുകയും അത് ഈ ആൽബം ആക്കുകയും ചെയ്തത് ഈ അടുത്ത കാലത്താണ്. അങ്ങനെ ആക്കുന്ന സമയത്ത് ഈ ഓരോന്നും വീണ്ടും വായിച്ച് അതിലെന്തൊക്കെ നടപടികൾ എടുത്തിട്ടുണ്ട്, ചിലത് പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്, ചിലത് പരിഹരിച്ചിട്ടില്ല, അതൊക്കെ എന്താണ് എന്നുള്ളതിൻ്റെ ഒരു കുറിപ്പ് കൂടി ഇവിടെ ഇദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. ഇത് കൂടി കാണുമ്പോഴാണ് അതിൻ്റെ ഒരു വാല്യൂ നമുക്ക് മനസ്സിലാകുന്നത്. അല്ലാതെ വെറുതെ ഈ പേപ്പർ കട്ടിങ് ഇതിൽ ആൽബമാക്കിയിട്ട് ആളെ കാണിക്കാൻ വെച്ചതല്ല ഇത്. അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ പത്രങ്ങളിൽ ഇതുപോലെ എഴുതി, കുറിപ്പുകൾ എഴുതി, അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ട് പെട്ടെന്ന് ഓർമ്മയിൽ വരുന്ന എന്തെങ്കിലും കാരണങ്ങളുണ്ട്? നാരായണേട്ടൻ എഴുതി ശ്രദ്ധയിൽപ്പെട്ടത് കൊണ്ട് മാത്രം പരിഹരിക്കപ്പെട്ട ചിലത് അതുകൊണ്ട് മാത്രമാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ പ്രധാനമായിട്ടും ഓർക്കുന്നത് ചിറക്കൽ ചെറിയെ പറ്റിയാണ്. ചെറിയെ പറ്റി സുദിനത്തിലും ഫ്ലാഷിലും എഴുതിയിരുന്നു, മറ്റു പത്രങ്ങളിൽ ഉണ്ടായിരുന്നു എന്നറിയില്ല. ചിറക്കൽ ചിറ അഴുക്കുജല സംഭരണിയോ എന്ന് പറഞ്ഞിട്ട് വലിയ മത്തങ്ങ ഹെഡിങ്ങെല്ലാം കൊടുത്തിട്ട് അവർ വരുത്തിയിരുന്നു. അതിപ്പോൾ നന്നായി കാണുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. അതാണ് ഞാൻ പ്രധാനമായിട്ട് ഓർക്കുന്നത്. ഇപ്പം കോടികൾ ചെലവഴിച്ച് നന്നായിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇപ്പം പിന്നെ പല സംരക്ഷണ പ്രവർത്തികളും നടത്തിയിട്ടുണ്ട്. അത് ആണ് പ്രധാനമായിട്ടും ഞാൻ ഓർക്കുന്നത്. പിന്നെ ഓർക്കുമെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ റോഡുകൾ അങ്ങനെയുള്ള പല ഇത് എഴുതിയിട്ടുണ്ടല്ലോ, റോഡുകളുടെ ശോച്യാവസ്ഥ അത്തരം സംഗതികൾ ഇതിൽപ്പെട്ട ഒരു റോഡാണ് ഇത്. മയ്യിൽ AKG റോഡെന്നാണ് മുൻഭാഗത്തുള്ള റോഡിന് പറയായിരുന്നു. വള്ളിയോട്ടേക്ക് വരുന്ന മയ്യിൽ AKG റോഡ് എന്നുള്ള പേരിലാണ് പഞ്ചായത്ത് ആദ്യം പേരിട്ടത്. മെക്കാടം നടത്തി ഇപ്പത് മയ്യിൽ വള്ളിയോട്ട് കടൂർ മുക്ക് റോഡ് ആക്കിയിട്ട് PMGSY അഭിവൃദ്ധിപ്പെടുത്തിയാണ്. ഈ കവിതയിലേക്ക് നമ്മൾ വന്നാൽ നാരായണേട്ടൻ്റെ കവിതയിൽ എല്ലാം ഈ നിരൂപകരുടെ ഭാഷയിൽ പറഞ്ഞാൽ അവരൊക്കെ പറയുന്ന നാടൻ ബിംബങ്ങൾ എന്നൊക്കെയാണല്ലോ പറയാ. ഈ വാക്കുകളൊക്കെ നമ്മുടെ സാധാരണ ആളുകൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. ഒരു പഴയ തലമുറയൊക്കെ ഉപയോഗിക്കുന്ന നാടൻ നാട്ടുകാർക്ക് അറിയുന്ന നമ്മൾ സംസാരിക്കുന്ന അതേ ഭാഷ തന്നെയാണ് ഇരിക്കുന്നത്. അങ്ങനെ ഇത് അതന്നെ ഇരുന്നോട്ടെ, ആളുകൾക്ക് മനസ്സിലാകാമെന്ന് വെച്ച് എഴുതിയാണോ അല്ല നാരായണേട്ടൻ്റെ ഒരു മറ്റുള്ളവർക്ക് മനസ്സിലാവണം എഴുതിയത് വായിച്ചാൽ ആളുകൾക്ക് മനസ്സിലാവണം എന്നുള്ളതാണ് അതിന്റെ ഒരു ആത്യന്തിക. പറഞ്ഞു കേട്ടിട്ടുണ്ട്, കവി ഉപയോഗിക്കുന്ന വാക്കുകൾ കടിച്ചാൽ പൊട്ടതായിരിക്കണം, വായിക്കുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടു. അങ്ങനെയാണ് പലതും വരുന്നത് അല്ലേ? അതൊന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല. എനിക്ക് തോന്നുന്ന ഭാഷയിൽ
എഴുതും, പക്ഷെ അത് ലളിതമായിരിക്കും. ആ ഒരു ചുറ്റുപാട് അങ്ങനെ ആയതുകൊണ്ട്. അതെ. ഇതെന്താണ് ഈ എല്ലാം ഒരു ആക്ഷേപഹാസ്യം എന്ന് പറയാം. ആക്ഷേപഹാസ്യം എന്ന് പറയുന്നതിനേക്കാളും നല്ലത് വിമർശഹാസ്യം എന്ന് പറയുന്നതായിരിക്കും. ആ ഒരു ടോണിൽ വരാൻ എന്താണ് കാരണം? അത് ചിലർ ഇത് പിന്നെ സൃഷ്ടികൾ വായിച്ചവർ ചെമ്മനം ചാക്കോ എന്നൊക്കെ വിശേഷിപ്പിക്കാറുണ്ട്. അതിന്റെ ഒരു അതില് ചെമ്മനം ചാക്കോ ആരാണ്, ഞാൻ ആരാ, വളരെ പിന്നെ ദൈർഘ്യമുണ്ട് ഞങ്ങൾ തമ്മിൽ. എങ്കിലും ചെമ്മനം ചാക്കോ എന്നെല്ലാം പറയുമ്പോൾ ചിലർ ചോദിക്കും, എന്താ കവിത എഴുത്തെല്ലാം നിർത്തിയോ, ഒന്നും കാണുന്നില്ലല്ലോ, ബോംബെ എന്നെല്ലാം ആളെ ചോദിക്കുന്നുണ്ട്, ഈ നാട്ടുകാർ ബോംബെയിലെല്ലാം ഉള്ളവർ. അപ്പോൾ അങ്ങനെയെല്ലാം അനുഭവപ്പെടാറുണ്ട്. ചിലർ ഇപ്പോൾ ഈ പറഞ്ഞ രമേശൻ പഞ്ചായത്ത് മെമ്പർ സുരേഷ് ബാബു ഒരു തൊഴിലുറപ്പിനെ പറ്റി ഞാനൊരു കുറച്ച് വരികൾ എഴുതി ഫേസ്ബുക്കിൽ ഇട്ടപ്പോൾ ഓൻ കണ്ട് വായിക്കുകയും ഓൻ ഇഷ്ടപ്പെട്ടിട്ട് പിന്നെ ഈ കുഞ്ഞിരാമ മാഷെ പറ്റി ഇങ്ങനെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മയിൽ ഹൈവിഷന്റെ ആള് ഒന്ന് നിങ്ങൾ മാഷുമായിട്ട് ബന്ധപ്പെടണം എന്നൊക്കെ എന്നോട് പറഞ്ഞിരുന്നു. അത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഞാൻ പൊതുവേ ഒരു അലസനാണ്, അതേസമയം ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നതല്ല. പക്ഷെ എല്ലാ കാര്യങ്ങളും ഒരു മടിയല്ലേ, ഒരു തൽക്കാലം മാറ്റിവെക്കുന്ന പ്രവണത. ആ തൊഴിലുറപ്പ് എന്നുള്ള അതിനെപ്പറ്റി എഴുതിയ ആ കവിതയുടെ കുറച്ച് വരികൾ കേട്ടാലോ? 2019 എഴുതിയതാണ്. തൊഴിലുറപ്പ് തൊഴിലാളികൾ എൻ്റെ ഈ വളപ്പിൽ പണിയെടുക്കുന്ന അവസരം എനിക്കെന്തോ താല്പര്യം തോന്നിയിട്ട് എഴുതിയതാണ്. തൊഴിലുറപ്പ് സേന എന്നതിന് തലവാചകം കൊടുത്തത്. അത് ആദ്യ വരി ഇങ്ങനെയാണ്: വരിക സഹോദരിയെ വന്നു നിന്നു കാണുവിൻ, തൊഴിലുറപ്പ് സേന തൻ്റെ വേല വന്നു കാണുവിൻ. കാടുമൂടി വീർപ്പുമുട്ടും നാട്ടിലെ പറമ്പുകൾ കാടു നീക്കി തട്ടുതീർത്ത് മണ്ണൊലിപ്പ് തടയുവാർ. ആണിനില്ല പെണ്ണിനില്ല വേതനത്തിൽ ഭേദമേ, വേല ചെയ്തു കാത്തുനിന്നാൽ കൂലിയെത്തും എപ്പോഴോ. വേല ചെയ്തു കാത്തുനിന്നാൽ കൂലിയെത്തും എപ്പോഴോ. കാലെ വന്ന് ജോലി ചെയ്ത് മൂന്തിയാകുവോളവും ജോലിയായി മതിമറന്നു നാട്ടിൽ ആസ്തി കൂട്ടുവോർ. പഴികൾ കേട്ടവർക്ക് ശീലമായതൊക്കെയും തൊഴിലിരിപ്പ് കൂട്ടരെന്ന പേര് കേട്ട കൂട്ടരെ പിഴവ് തീർത്ത് കഴിവ് കാട്ടി പേരെടുക്കാൻ നോക്കുവിൻ. ഇതിൽ നേരത്തെ പറഞ്ഞ ആ ഒരു ഭാഷയുടെ മോന്തി എന്നൊക്കെയുള്ള വാക്കുകൾ വരുന്നത് അതാണ് സാധാരണ ആളുകൾ സംസാരിക്കുന്നത്. ഇതിൽ മറ്റൊരു ഒരു കൂട്ടർക്ക് ചെറിയൊരു വിമർശനം നാരായണേട്ടൻ ഈ 2 വരിയിൽ കൊടുത്തത് മനസ്സിലായിട്ടുണ്ടാവും. തൊഴിലിരിപ്പ് എന്ന് പറഞ്ഞിട്ട് ഇവരെ പരിഹസിക്കുന്നവർക്ക് ഒരു ചെറിയൊരു കൊട്ട് കൊടുത്തിട്ടുണ്ട്. അതെ, അവസാന വരിയിൽ ഒരു കൊട്ട് കൊടുത്തിട്ടുണ്ട്. അതാണ് നാരായണേട്ടന്റെ കവിതകൾ നാട്ടുകാർക്ക് അഭിപ്രായമുള്ളത്. നാരായണേട്ടൻ ഈ കവിതകൾ എഴുതുമ്പോൾ നാരായണേട്ടന്റെ കവിതകളിൽ കോമൺ ആയിട്ട് വരുന്ന ഒന്ന് കൃത്യമായ മീറ്ററിലാണ് പോകുന്നത്. ഈ കവിത താളത്തിൽ വേണമെന്ന് നിർബന്ധമുണ്ടോ? അതിനിപ്പം ഗദ്യ കവിതയുടെ ആദ്യം തന്നെ മൂളുമ്പോൾ ഒരു താളം കിട്ടും, അതനുസരിച്ചാണ്. അല്ല, താളത്തിൽ കവിത വേണം എന്ന ഒരു നിർബന്ധമുള്ള അല്ല, ഇന്നിപ്പം ഗദ്യ കവിതകളുടെ കാലമായതുകൊണ്ട് ഞാൻ ചോദിച്ചാണ്. അത് താളം വേണമെന്ന് നിർബന്ധം. ഈ കുഞ്ചൻ നമ്പ്യാരുടെ ഒരു 2 സംഗതികൾ ഇതിൽ വരുന്നത് ഞാൻ നിരീക്ഷിച്ചത്, ഒന്ന് ഹാസ്യം, മറ്റൊന്ന് അതിന്റെ ആ വരികളും അങ്ങനെയാണ്. ഞാൻ കണ്ണൂർ ജില്ലാ കവിമണ്ഡലം എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനത്തിൽ മെമ്പറാണ്. അതുപോലെ കവിമണ്ഡലം ഇപ്പം നിലവിലുണ്ട്. സാധാരണ ഞങ്ങൾ വാർഷിക ക്യാമ്പെല്ലാം നടക്കുന്നത് ഏഴിലോട് കേശവതീരം എന്ന് പറഞ്ഞ ആയുർവേദ ആസ്പത്രി, അടുത്ത ഒരു തിരുമേനിയുണ്ട്, ഇപ്പം മരിച്ചുപോയി. അയാൾ ഭക്ഷണവും താമസ സൗകര്യമൊക്കെ ആക്കി ഒരു ദിവസത്തെ രാത്രിയത്തെ ക്യാമ്പടക്കം നടത്തുന്നതാണ്. അതിൽ കവിത അത് അവതരിപ്പിക്കാറുണ്ട്. അതിനു പുറമെ കണ്ണൂരിൽ തന്നെയുള്ള നർമ്മവേദി എന്ന് പറഞ്ഞിട്ടൊരു പ്രസ്ഥാനം, അത് റിട്ടയർഡ് അധ്യാപകൻ പ്രഭാകരൻ മാസ്റ്റർ, പിന്നെ ഒരു ശശി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KCB-യിൽ അയാൾ പിരിഞ്ഞവരൊക്കെ ആയിരുന്നു നടത്തി. ഇത് അവതരിപ്പിക്കും. ഇത് എഴുതിയതൊക്കെ അവതരിപ്പിക്കാറ് വായനശാലകളുണ്ട്, പിന്നെ മറ്റ് പലയിടത്തുണ്ട്. ഇവിടെ ഈ ജയകേരള വായനശാല ഇതിന്റെ പേരിൽ ആദരവ് നൽകിയിട്ടുണ്ട്, ഈ കവിതയുടെ. അതിന്റെ ഭാരവാഹിയാണോ ഇപ്പം ജയകേരള വായനശാലന്റെ ഇപ്പോഴത്തെ കമ്മിറ്റിയിൽ മെമ്പറാണ്. അതിനു മുമ്പ് ഞാൻ 1-2 ടേം പ്രസിഡന്റും 1-2 ടേം സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ ഇങ്ങനെ ഒരു കവിത എഴുതാൻ ഇന്നതിനെ പറ്റി എഴുതണമെന്ന് എങ്ങനെയാണ് അത് മനസ്സിൽ തോന്നുന്നത്? അത് ചില കാര്യങ്ങൾ കാണുമ്പോൾ തോന്നുന്നതാണ്, ചില വസ്തുതകൾ കാണുമ്പോൾ കേൾക്കുമ്പോൾ.
ഒന്ന് പ്രതികരിക്കണം എന്ന് തോന്നുന്നു. അത് തോന്നിപ്പോലെ കവിതയിലൂടെ അന്നേരം എടുത്തിരുന്ന് ഇവിടെ വന്നിരിക്കും. ഇവിടെ ഈ സംവിധാനം ആയതിനു ശേഷം അല്ലെങ്കിൽ ഇതിപ്പോ ഒരു നമ്മളെ മനസ്സിനെ അലട്ടുന്ന, നമുക്ക് തീരെ ഇത് എതിർക്കണമെന്നൊക്കെ തോന്നുന്ന ശരിയല്ലാത്ത കാര്യങ്ങൾ കണ്ടാൽ മറ്റുള്ളവരോട് പറയുന്നതിനേക്കാൾ കൂടുതൽ വന്നിട്ട് ഇതാണ് ഭംഗിയെന്ന് തോന്നി. ഇപ്പം ഈ സംവിധാനം ഫേസ്ബുക്ക് വന്നതോടുകൂടി അതാണ് നമ്മൾ എഴുതിയിട്ട് ആരും കാണൂലല്ലോ. അപ്പൊ ആരെങ്കിലും നോക്കുന്നുണ്ടോ നോക്കിക്കോട്ടെ. ഇവിടുന്ന് നാലാളോട് പറയുന്നതിലും നല്ലത് ഇവിടുന്നാണല്ലോ. ഇങ്ങനെ എഴുതിയിട്ട് ഉള്ള ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു ഇത് വായിച്ചിട്ടുള്ളവരുടെ പ്രതികരണം? എനിക്ക് കൂടുതൽ പിന്നെ പ്രതികരണം കിട്ടിയത് പോസിറ്റീവ് ആണോ? അതെ, പോസിറ്റീവ്. പെൻഷനേഴ്സ് യൂണിയന്റെ ഒരു മാസികയുണ്ട്, സർവീസ് പെൻഷനർ എന്നതിന്റെ പേര്. അതെ അതെ അറിയാം. അതിൽ പലതും വായിച്ചിട്ടുണ്ട്. അതിൽ വന്ന ഒരു കവിത പിന്നെ അപ്പുറം നമ്മൾ എത്ര തവണ കണ്ടുമുട്ടിയാലും പിന്നീട് കണ്ട ഭാവം നടിക്കാത്ത കുറെ ആൾക്കാരാണ് നമ്മളെ ചുറ്റുവട്ടം ഉള്ളത് എന്നുള്ളത് വിഷയം അതാണ്. അപ്പോൾ കേരളത്തിൽ നിന്ന് മൊത്തം പിന്നെ വിളിച്ച് എന്നെ അഭിനന്ദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒട്ടേറെ വട്ടം മുഖാമുഖം കണ്ടാലും ഒട്ടില്ല ഭാവം നാം കണ്ട മട്ടിൽ എന്നൊക്കെയാണ് അതിലുള്ള വരികൾ. അനുഭവത്തിൽ നിന്ന് എഴുതിയതല്ലേ? അതെ, എത്ര തവണ നോക്കിയാലും തിരിഞ്ഞു നോക്കുക. എന്നിട്ട് എന്നോട് ഒരു ബന്ധു ചോദിച്ചിട്ടുണ്ട് ഇത് എന്നെ പറ്റിയാണോ. നാരായണേട്ടൻ്റെ അധിക ഇതിലും ഈ കൃഷിയായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ വൈകാരികമായിട്ടൊക്കെ അഭിപ്രായങ്ങളായാലും കവിതയായാലും. കനാല് എന്ന് പറയുന്ന ഇതിനെപ്പറ്റിയൊക്കെ അതിന്റെ ഉപകാരമില്ലാത്തതിനെ പറ്റിയൊക്കെയുള്ള ഒരു കവിത ഇടക്കാലത്ത് കണ്ടിരുന്നു. ഈ വരൾച്ചയും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്തും വെള്ളം കിട്ടുന്നില്ല എന്നുള്ള രീതിയിൽ വരുന്ന ചില മാതൃഭൂമിയിലുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം കോടിക്കണക്കിന് രൂപ വകയിരുത്തി എന്ന് കാണുമ്പോൾ അങ്ങനെ അന്ന് ബാലകൃഷ്ണൻ മാതൃഭൂമിയിൽ വർക്ക് ചെയ്യുന്ന കാലം. അപ്പോൾ എന്തെങ്കിലും ഏട്ടൻ എഴുതാണ്ടെങ്കിലും എഴുതി അയച്ചാൽ കൊടുക്കാന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വന്നിരുന്നു. കാട്ടിലെ മരം തേവരുടെ ആന വലിയടാ വലിയ എന്നുള്ള നിലക്ക് പൈസ പിന്നെ ചെലവഴിച്ചിട്ട് നാട്ടിന് പ്രയോജനപ്പെടാത്ത വിധത്തിൽ ഒരു മാതൃഭൂമി അത് ഇതിലുണ്ട്. അങ്ങനെ എഴുതിയിട്ടുണ്ട്. ഞാൻ ഉൾക്കൊള്ളുന്ന ചില പ്രസ്ഥാനങ്ങളിൽ പിന്നെ അല്ലെങ്കിൽ പബ്ലിഷിംഗ് കമ്പനികൾ ആവശ്യപ്പെട്ടതനുസരിച്ച് ചില രചനകൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അത്തരത്തിൽ കൂട്ടായ്മ സമാഹാരങ്ങളിൽ 13 എണ്ണത്തിൽ എൻ്റെ കൂടുതലും കവിതകൾ 13 പുസ്തകങ്ങൾ സമാഹാരങ്ങൾ എൻ്റെ സൃഷ്ടിയുണ്ട്. ആരല്ലോ എന്നോട് പറഞ്ഞിട്ടുണ്ട്, മലപ്പട്ടം ഗംഗാധരനെ പോലുള്ള ആൾക്കാരെല്ലാം എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. പുസ്തകം പ്രസിദ്ധീകരിക്കണം. ഈ കുറ്റ്യാട്ടൂർ ഒരു പപ്പൻ മാഷുണ്ട്, മാഷൊക്കെ അറിയായിരിക്കും. പപ്പൻ മാഷ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ വേണ്ടുന്ന എല്ലാ സഹകരണവും ചെയ്തു തരാം, നീ ഒന്ന് എഴുതിയിട്ട് അതിൻ്റെ മാറ്ററിങ് തന്നെന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്നിട്ടും കൂട്ടാക്കിയിട്ടില്ല. ഞാൻ 2005 പെൻഷൻ പറ്റിയത് മുതൽ മയ്യിൽ യൂണിറ്റിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായിരുന്നു. 2 വർഷം അതിൻ്റെ സെക്രട്ടറി ആയിട്ടും മയ്യിൽ യൂണിറ്റിൻ്റെ സെക്രട്ടറി ആയിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇരിക്കൂർ ബ്ലോക്കിലായിരുന്നു ഞങ്ങൾ ഉൾപ്പെട്ടത്. അവിടെ ഏറ്റവും കൂടുതൽ മെമ്പർഷിപ്പുള്ള പഞ്ചായത്ത് മയ്യിലായിരുന്നു. 500 ചില്ലുവാനും മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട ട്രഷറർ ഞാനാണ്. അതിനുശേഷം തുടർന്ന് 2 വർഷങ്ങളിലും ഞാൻ തന്നെ ട്രഷറായി. ഈ സമ്മേളനത്തോടുകൂടി അത് അവസാനിപ്പിച്ചു. ചില കവിതകളിലെ കുറച്ച് വരികൾ പ്രേക്ഷകർക്ക് വേണ്ടി നമുക്കൊന്ന് കേൾപ്പിക്കാം. പറയാം, സാഹചര്യം പറയാം. പറഞ്ഞിട്ടത് കാലത്തും രാത്രിയും സന്ധ്യക്കും എല്ലാം ഉണ്ട്. പള്ളികളിൽ നിന്നുണ്ടാകുന്ന ബാങ്ക് വിളി, മൈക്ക് വെച്ചിട്ടുള്ള ബാങ്ക് വിളി, അതുപോലെ തന്നെ റെക്കോർഡ് വെച്ചിട്ടുള്ള കീർത്തനങ്ങൾ, ഇതെല്ലാം കണ്ടപ്പോൾ എനിക്ക് അലോസരമാണെന്ന് അത് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ചിന്തിച്ചപ്പോൾ കുറച്ച് വരികൾ എഴുതിന്. അതിൽ ഒന്ന് അലോസര കീർത്തനങ്ങൾ എന്നാണ് എനിക്ക് പേര് പറഞ്ഞു. ചിന്തിച്ചു കാടകം കയറുന്ന മാനസം തെല്ലൊന്നു ശാന്തമാക്കിയിടുവാൻ കാലത്തെഴുന്നേറ്റു ശുദ്ധി വരുത്തിയിട്ട് ഏകാഗ്രനാകാൻ കൊതിച്ചു ഞാൻ ഈശ്വര. ചമ്രം പടിഞ്ഞിട്ട് നിന്നെയും ഓർത്തോണ്ട് കുട്ടില തന്നിൽ ഇരുന്നിടുമ്പോൾ നാലുപാടും നിന്ന് കർണം തുളക്കുന്ന കോലാഹലം കുതിച്ചെത്തും. താളവും മേളവും കൊട്ടും കുരവയും ശംഖധ്വനി മണിനാദമുണ്ട്. ഇടയിലായി പാട്ടുണ്ട് തിരിയാത്ത വചനങ്ങൾ എല്ലാം കലർന്നിട്ടൊരവിയൽ പോലെ. എന്താണ് പ്രാർത്ഥന കീർത്തനമേതെന്നതൊട്ടുമേ വ്യക്തമായി കേൾക്കുകയില്ല. അക്ഷരമൊന്നും തിരിയാതെ അവ്യക്തമായി എന്തോ കലമ്പലായി കേട്ടിടുന്നു. ആകെ ബഹളം സഹിയാതെയാകുമ്പോൾ പൊന്നുടയോനെ ഞാൻ കാതുപൊത്തും. ഇത്
ആദ്യമായിട്ട് കണ്ണൂർ ജില്ലാ കവിമണ്ഡലത്തിൻ്റെ സ്റ്റേഡിയം കോർണറിലെ ഒരു പരിപാടിയിൽ അവതരിപ്പിച്ചൊരു കവിതയും അത് മാഗന്ധം കുറ്റിയായിട്ടിരുന്ന് പ്രസിദ്ധീകരിക്കുന്ന മാഗന്ധത്തിലാണ് അച്ചടിച്ചു വന്നത്. അപ്പോൾ തക്ഷക സൽഫാൻ അതിൻ്റെ ആദ്യ വരി ഇങ്ങനെയാണ്. സൽഫാൻ എന്ന് പറയുമ്പോൾ എൻഡോസൾഫാനെ പറ്റിയാണ്. എൻഡോസൾഫാനാണ്. കാസർകോട്ടൊരു സൽഫാൻ വന്നു കശുമാവിനൊരു രക്ഷകനായി, അണ്ടിക്കുള്ളൊരു കീടമകറ്റാൻ കേന്ദ്രം കണ്ടൊരു കുണ്ടാമണ്ടി, വന്നിട്ടവനു തക്ഷകനായേ തുപ്പി വിഷമതു നാട് മുഴുക്കെ, വിഷമഴ കൊണ്ടു പിടഞ്ഞോ നാട് ജീവശവമായി മാറി ജനവും, കയ്യും കാലുകൾ ഈർക്കിൽ കണക്കായി തലകൾ മത്തൻ പോലെ വളർന്നു, വയറുകൾ വീർത്തു ബലൂൺ പോലായി, കണ്ണുകൾ തള്ളി കാഴ്ചയതും പോയി, പല്ലുകൾ ഉന്തി നാവും ചാടി മിണ്ടാനൊട്ടും വയ്യെന്നായി, എന്നിട്ടും ചിലർ പാടി നടപ്പൂ എൻഡോസൾഫാൻ രക്ഷകനെന്ന്. ഇപ്പോൾ ഞാൻ കൂടാളി പഞ്ചായത്തിൽ ജോലി ചെയ്യുമ്പോൾ സ്ഥിരമായിട്ട് രാവിലെയും വൈകുന്നേരം ഉച്ചക്കും ഒക്കെ കാണുന്ന ഒരു അനുഭവം വെച്ചിട്ട് എഴുതിയതാണ്. ചാലോട് ഇരിക്കൂർ റോഡിലെ ചതിക്കുഴി എന്നാണ് അതിന് പേര് കൊടുത്തത്. അത് ഇങ്ങനെ: ആരാണധികാരി എന്നതറിയില്ല, റോഡിൽ ചതിക്കുഴി തീർന്നതേ സങ്കടം, ചാലോടിരിക്കൂർ തിരക്കുള്ള റോഡതിൽ കുളകുളമെന്നൊരു മുക്കുണ്ട് കേൾക്കണം, മുക്കിൻ്റെ ഒത്ത നടുവിലെ പാതിയിൽ ഗർത്തങ്ങൾ തീർന്നിട്ടതെത്രയും ഭീതിതം, നാൾക്കുനാൾ വർദ്ധിച്ചു വീർത്തു വന്നിടുന്നു തോടുപോലെ അക്കുഴി റോഡിൻ നടുവിലാൽ, പെട്ടെന്നു കാഴ്ചക്കു കിട്ടാത്തൊരിക്കുളെ പെട്ടുപോകും വാഹനം കീഴ്മേൽ മെറിഞ്ഞിടും. തപാൽപ്പെട്ടിയുടെ വിലാപം എന്നുള്ള പേരിലാന്ന് എഴുതിയും ഒരു പോസ്റ്റ് ഓഫീസ് വന്നപ്പോൾ തുരുമ്പെടുത്ത് എന്താ അവിടെ ദ്രവിച്ച് കൈ കൊണ്ടാലും മുറിയുന്ന തരത്തിലുള്ള ഇതുണ്ട്. കടും കളർ പുരട്ടിയുണ്ട്. എന്നാലും ദുരവസ്ഥയാണെന്ന് തോന്നിയത് കൊണ്ട് എഴുതിയതാണ്. തപ്പാൽപ്പെട്ടിയുടെ വിലാപം: ഇന്നാളൊരു ദിനം കത്തുമായിട്ടു ഞാൻ അഞ്ചലാപ്പീസിൻ പടിക്കലെത്തി, ഇമ്മിണി വല്യതാം ആപ്പീസ് പടിക്കല, പെട്ടികൾ കണ്ടാൽ പകച്ചു പോകും, ചുവപ്പിൽ കുളിച്ചൊര പൊട്ടിയ പെട്ടികൾ മാടി വിളിച്ചെൻ്റെ കത്തിനായി, വാമാഷെ വന്നെൻ്റെ വായിലോട്ടിട്ടോളു തട്ടല്ലേ തട്ടിയാൽ പെട്ടുപോകും, കാര്യം മറച്ചിട്ടും കാര്യമില്ലേതുമേ നാമൂസു കാട്ടിയിട്ടെന്തു കാര്യം, ബ്രിട്ടീഷുകാരൻ പണ്ടിട്ടേച്ചു പോയതാണ് അത്രമാൽ പ്രായം എനിക്കു കാണും. നാരായണേട്ടൻ്റെ കവിതയും ഈ പത്ര കട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ സംസാരിക്കുന്നതിനിടയിൽ ഒരാളിവിടെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്, നാരായണേട്ടൻ്റെ മകൻ്റെ മകൻ. അപ്പോൾ അച്ചാച്ചൻ്റെ ഈ സംസാരത്തെ പറ്റിയോ എഴുത്തിനെ പറ്റിയൊക്കെ ചെറിയൊരു കേൾക്കുമ്പോൾ ചെറിയൊരു ചിരി ചുണ്ടത്തുണ്ട്. എന്താണ് പറയാനുള്ളത് എന്ന് നോക്കാം. എന്താ പേര്? സൗരഭ്. ഏത് ക്ലാസ്സിലാണ്? പ്ലസ് വൺ അല്ല. എവിടെ? മയിൽ. ഇപ്പം പ്ലസ് വൺ അല്ലേ? ഒരു വക പുസ്തകങ്ങളൊക്കെ വായിക്കുന്നതാണ്, എല്ലാം കാണുന്നതാണ്. അച്ചാച്ചന് എഴുതുന്നതിനെ പറ്റിയുള്ള ഒരു അഭിപ്രായം എന്താ? എഴുതുന്നതിനെ പറ്റി അഭിപ്രായം പറഞ്ഞാല് സമയം റിട്ടയർഡായി വെറുതെ ഇത് നല്ല സമയം കളയാനുള്ള എന്നാ അച്ചാച്ചൻ എഴുതട്ടെ. എന്നാ പിന്നെ അത്രയും സമയം എന്നെ ഒന്നും പറയില്ലല്ലോ. അച്ചാച്ചൻ പൊതുവെ ആരും പറയില്ല. അച്ചാച്ചൻ പണ്ടത്തെ പോലെ തന്നെ റിട്ടയർ ആയ ശേഷം ഫുൾ തിരക്ക് തന്നെയാണ്. ഇപ്പൊ പല മീറ്റിങ്ങും അങ്ങനത്തെ എഴുത്തിലെല്ലാം ശ്രദ്ധിച്ച് അധികവും എഴുത്തന്നെ ഫുൾ തിരക്ക് തന്നെയാണ് അച്ചാച്ചൻ. വിശ്രമ ജീവിതം എന്ന് പറഞ്ഞതല്ല. അല്ല. ഇദ്ദേഹത്തിന്റെ ഭാര്യയാണ്. പേര് കമലാക്ഷി. കമലാന്ന് വിളിക്കും. കമലാന്ന് വിളിക്കുന്ന കമലാക്ഷി. മക്കള് എത്ര പേരാ? 3 പേരാണ്. ഒരു ആണും 2 പെണ്ണും. പേര്? അവര്? ഒന്ന് നിഷ, മഹേഷ്, ഷീന. അവരൊക്കെ എല്ലാവരും കല്യാണം കഴിഞ്ഞ് പോയി. എല്ലാവർക്കും മക്കളായി. എല്ലാവരും ഓരോ സ്ഥലത്ത് താമസിക്കുന്നു. മകൻ ഞങ്ങളെ കൂടെ തന്നെയുണ്ട്. നമുക്ക് അറിയേണ്ട മറ്റൊരു കാര്യം, നാരായണേട്ടൻ എഴുതുന്ന കവിതകൾ വായിച്ചിട്ടുണ്ടോ? വായിക്കലുണ്ട് ഇടയ്ക്കെല്ലാം. ആദ്യം എഴുതിയതെല്ലാം എന്നെ കാണിക്കലുണ്ടായിരുന്നു. ഇപ്പം പിന്നെ അതൊന്നും കാണിക്കാൻ കൂട്ടാക്കലില്ല, ഞാനൊട്ട് താല്പര്യപ്പെടലുമില്ല. അതാണ് കാരണം. ആദ്യം എഴുതെല്ലാം പറഞ്ഞു എന്തുകൊണ്ടാണ് കാണിക്കാത്തതെന്നുള്ളതിന്റെ കാരണം താല്പര്യമില്ലാന്ന് പറഞ്ഞല്ലേ? നോക്കലുമില്ല. അതുകൊണ്ടാണ്. എങ്ങനെയാ എപ്പോഴും എഴുതിക്കൊണ്ട് നിൽക്കുമോ? ഒന്നും മിണ്ടാനോ സംസാരിക്കാനോ കാര്യം പറയാനോ സമയമില്ല. രാവിലെ 4:30 ഉറക്ക് തെളിയും. അപ്പൊ എണീച്ച് പല അങ്ങനെയെല്ലാം കഴിഞ്ഞ് കൂടിയ പിന്നെ പത്ര വായന 6 മണി വരെ പത്ര വായന. അത് കഴിഞ്ഞപാട്
പറമ്പത്തേക്കോ അങ്ങോട്ട് അങ്ങ് ഇറങ്ങും. കൃഷിയായിട്ട് ബന്ധപ്പെട്ടിട്ട് കൃഷിയായിട്ട് ബന്ധപ്പെട്ട് അങ്ങോട്ട് ഇറങ്ങും. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ 9 മണിയാണ് കയറി ഇങ്ങോട്ട് വരുന്നത്. പിന്നെ ഭക്ഷണം കഴിക്കാൻ എൻ്റെ വക കുറച്ച് ചീത്ത ആക്കേണ്ടി വരും. അധികം പറയണ്ട, അതിനെപ്പറ്റിയുള്ള എഴുതിക്കളയും എല്ലാം ഹാസ്യമായിട്ട് എഴുതുന്നതാണ്. പിന്നെ ഇത് വേറൊരു പ്രശ്നം എന്താന്ന് വെച്ചാല് നിങ്ങൾ ഇതൊന്നും കാണില്ല, ഇതെല്ലാം നാട്ടുകാരെ വായിക്കുക. നാട്ടുകാർക്കെല്ലാം നമ്മളെ അറിയാം. അത് കഴിഞ്ഞാൽ പിന്നെ എഴുതാൻ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ അമ്മി കുമ്മായാലും പണ്ട് അതുണ്ട് അത് എഴുതി കഴിഞ്ഞാല് പിന്നെ അത് ശ്വാസം കഴിക്കും. ഈ ജോലിക്ക് പോകുന്ന സമയത്തെല്ലാം ജോലിക്ക് പോകുമ്പോൾ രാത്രിയേ ഉള്ളൂ, പകല് പിന്നെ നമ്മളൊന്നും കാണുന്നില്ല. രാത്രിയായി ബുദ്ധിമുട്ടുള്ളൂ അല്ലേ? അങ്ങനെയുള്ള ജീവിതം അങ്ങനെ. പിന്നെ ഈ നാട്ടിലെ പല ഇതിലും ഇടപെടുന്നതാണല്ലോ, ഈ പത്രങ്ങളിൽ ഈ അവലാദികളെല്ലാം എഴുതി ചിലത് പരിഹരിച്ചിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ലാണ്ട്. ഈ പഞ്ചായത്തിൽ ഉള്ളപ്പോ നാട്ടുകാര് പഞ്ചായത്താണല്ലോ, നാട്ടുകാരെ പരാതികളും കാര്യങ്ങളും വരും. വീട്ടിൽ റിട്ടയറായി വന്നപ്പോഴും ഒരു പഞ്ചായത്ത് പോലെയാണല്ലോ പ്രവർത്തനം. ഈ നാരായണേട്ടൻ ഇപ്പൊ എല്ലാത്തിലും ഇടപെടുന്നു, ഇതേപോലെ സാംസ്കാരികമായിട്ട് ഇടപെടുന്നുണ്ട്. ഈ കവിതകൾ എഴുതുന്നതിനെ പറ്റി ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട്, പറയാറുണ്ടോ? സകലയാളും പറയുന്നത് നാരായണേട്ടൻ്റെ ഞാൻ വായിച്ചിട്ടുണ്ട്, നാരായണേട്ടൻ്റെ പിന്നെ കവിത കേട്ടിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അന്നേരം എന്ത് തോന്നുന്നു? സന്തോഷം തോന്നും. ഈ എപ്പോ എഴുതിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നുണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ സന്തോഷം തന്നെ. കാരണം എന്ന് വെച്ചാൽ റിട്ടയർ ചെയ്തതാണ്, സമയം പോകാൻ പറയുന്ന വഴിയില്ലല്ലോ. പുറത്തു പോയിട്ട് എങ്ങനെ ചുറ്റിക്കറക്കും അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ലല്ലോ. ഇത് പുസ്തകം ആക്കുമല്ലോ. ഞാനിപ്പോ ഒരു അഭിപ്രായം ഇവർ പറഞ്ഞത് പുസ്തകം ഇതുവരെ ആക്കിയിട്ടില്ല, വേറെ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട് പറഞ്ഞു. ഞാൻ 2 നിർദ്ദേശം പറഞ്ഞ, ഒന്ന് പുസ്തകമാക്കുക, മറ്റൊന്ന് ഇത് ചൊല്ലിയിട്ട് ഇതിൻ്റെ ഒരു ഓഡിയോ കേൾക്കാൻ പറ്റുന്ന രീതിയിലാക്കുക എന്നുള്ളൊരു 2 നിർദ്ദേശം പറഞ്ഞിട്ടുണ്ട്. എഴുത്ത് ഉള്ളതുകൊണ്ട് എപ്പോഴും ഇവിടെ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് എനിക്ക് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാം, നമുക്ക് അടി കഴിഞ്ഞോണ്ട് നിൽക്കാം. എന്തായാലും പുറത്ത് പോയിട്ട് ഇരുന്നിട്ട് എഴുതൂലല്ലോ, ഇവിടെ തന്നെയല്ലോ എഴുതുള്ളൂ. അപ്പോൾ നാരായണേട്ടാ ഇത്രയും നേരം നമ്മളുമായിട്ട് സംസാരിച്ചതിൽ വളരെ സന്തോഷം. പിന്നെ മറ്റൊരു കാര്യം, ഈ എഴുതുന്നതിൽ മുഴുവൻ ഒരു നർമ്മമുണ്ട്, ഒരു ഹാസ്യമുണ്ട്. കൈമാറാൻ പറ്റിയ ഒരു വികാരം, ഒരു ഭാവം എന്ന് പറയുന്നത് ഹാസ്യം തന്നെയാണ്. അത് തന്നെ നാരായണേട്ടൻ തിരഞ്ഞെടുത്തു. ഈ നേരത്തെ മകൻ്റെ മകൻ സൗരഭൊക്കെ പറഞ്ഞതുപോലെ, ഇവരൊക്കെ പറഞ്ഞതുപോലെ വിശ്രമ ജീവിതം എന്ന് പേരിലേ ഉള്ളൂ വിശ്രമം. ഇപ്പോഴും വളരെ സജീവമാണ്. നാരായണേട്ടന് ഇനിയും കൂടുതൽ ഇതുപോലെ എഴുതാൻ പറ്റട്ടെ. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഒരു ഓഡിയോ ഇറക്കാനും സമാഹാരം പുറത്തിറക്കാനും പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. എനിക്ക് ഇങ്ങനെയൊരു സന്ദർഭം കിട്ടിയത് വളരെ സന്തോഷദായകമാണ്. അപ്പോൾ ഇങ്ങനെയൊരു സൗകര്യം ചെയ്തു തന്നതിൽ നിങ്ങളോട് നന്ദി പറയുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നാടകത്തിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ സമാപിക്കുകയാണ്. പുതിയ വിഷയവുമായി വീണ്ടും കാണാം.